UDF സർക്കാരിന്റെ നയങ്ങളെ തുറന്നെതിർത്ത് തളിപ്പറമ്പ് MLA TK ഗോവിന്ദൻ ചില നിയമനങ്ങളിലെ വിവാദം ഉൾപ്പെടെ ഉണ്ടാകരുതായിരുന്നു, പൊതിച്ചോറ് ഒരിക്കലും വിവാദമാക്കരുതായിരുന്നു. DYFI അവരുടെ കൊടിവച്ച് വിതരണം ചെയ്യുന്നുവെങ്കിലും അത് വാങ്ങാൻ ഇന്നും കേരളത്തിൽ ആളുകളുണ്ടെന്നും അത് തെറ്റല്ല എന്നാണ് അഭിപ്രായമെന്നും TK ഗോവിന്ദൻ. പൊതിച്ചോറിനോട് ഇപ്പോൾ വിരോധമില്ല എന്ന് തന്നെയാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷെ അതൊന്നൊരു വിവാദത്തിലാക്കാൻ പാടില്ല. കാരണം അതൊരു വലിയ എന്താ പറയേണ്ടത് ഒരു മനുഷ്യകാരൻ്റെ പ്രവർത്തനമാണ്. യൂത്ത് കോൺഗ്രസ് നടത്തുന്ന പരിപാടി ഉണ്ടാവും, ലീഗ് നടത്തുന്ന പരിപാടി, പിന്നെ യൂത്ത് ലീഗ് നടത്തുന്നവരുണ്ട്, DYFI നടത്തുന്ന പരിപാടി ഉണ്ടാവും. ഈ പരിപാടികളിൽ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായിട്ടുള്ള പിന്നെ താല്പര്യം അവർക്ക് ഉണ്ടാവുമെന്ന് ഉറപ്പല്ലേ. പക്ഷേ ഇവർ ചെയ്യുന്നത് അവർ കൊടി പിടിച്ചിട്ടാണെങ്കിലും ചെയ്യുന്നത് നല്ല കാര്യമല്ലേ, ഭക്ഷണമല്ലേ കൊടുക്കുന്നത്. അപ്പോൾ അത് അവർ കൊടുക്കുന്നതിന് ഒരു കാരണവശാലും എതിർക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ നിലപാട്. PM ശ്രീയിൽ CPIM-ൽ ഉണ്ടായിരുന്ന കാലത്തെ നിലപാട് തന്നെയാണ് ഇപ്പോഴും. അഴീക്കോടൻ മന്ദിരത്തിന് അദാനി ഫണ്ടെന്ന റിജിൽ മാക്കുറ്റിയുടെ പ്രതികരണം അസംബന്ധമെന്നും എല്ലാത്തിനും കൃത്യമായ കണക്കുകളുണ്ടെന്നും TK ഗോവിന്ദൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. പക്ഷെ ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ UDF നേതാക്കന്മാരോട് പറയുന്നുണ്ട്. PMCയോട് ഞാൻ പറഞ്ഞു, PMCയോട് അന്നെടുത്ത നിലപാട് തന്നെയാണ് ഇന്നും PMCയോടുള്ള നിലപാട്. അത് UDF-നോടൊപ്പം നിൽക്കുന്ന MLA എന്നുള്ളതുകൊണ്ട് അവരെടുക്കുന്ന ഏത് നിലപാടും ഞാൻ പിന്നെ ഇത് വിഴുങ്ങണമെന്നില്ല. പാർട്ടി ഓഫീസിൻ്റെ കെട്ടിടക്കുന്നതിൽ ഇപ്പോൾ റിജിൽ മാക്കുറ്റി പറഞ്ഞ മാതിരിയോ മറ്റാരെങ്കിലും പറഞ്ഞാൽ അതിലൊന്നും ഒരു അർത്ഥമില്ല. അതെല്ലാം ഞാൻ പറഞ്ഞില്ലേ ശുദ്ധമായ അസംബന്ധമാണെന്ന്. അത് കൃത്യമായിട്ട് കണക്കുള്ള ഒരു പിന്നെ പണി ആ പാർട്ടി ഓഫീസ് എടുക്കുന്നതിൽ കൃത്യമായി ഫണ്ട് എവിടെ നിന്നാണെന്നുള്ളതിൽ കൃത്യമായിട്ട് തെളിവുണ്ട്. വേറെ ഒരു തരത്തിലുള്ള കൃത്രിമ മാൽപ്രാക്ടീസോ അതിലേക്കത്തില്ല. പാർട്ടിയിലെ ആശയക്കുഴപ്പം നേതാക്കളെയും ബാധിച്ചിട്ടുണ്ടെന്നും അതിനുള്ള തെളിവാണ് EP ജയരാജന്റെ പ്രതികരണങ്ങളെന്നും TK ഗോവിന്ദൻ വിമർശിച്ചു. പാർട്ടിക്കകത്ത് ശക്തമായിട്ടുള്ള ആശയക്കുഴപ്പമുണ്ട്. ഇതിൽ വ്യക്തത വരുത്താണ് പാർട്ടി നേതൃത്വം ചെയ്യേണ്ടത്. ഈ ആശയക്കുഴപ്പം പാർട്ടി നേതൃത്വത്തിനെയും ബാധിച്ചിട്ടുണ്ട്. നേതൃത്വത്തിനെയും ബാധിച്ചുള്ള തെളിവാണ് പല നേതാക്കന്മാർക്കും തെറ്റായി വ്യാഖ്യാനിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രസ്താവന ഇറക്കുന്നത്. കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി നിഖിൽ അളവൂർ ചേരുന്നുണ്ട്. നിഖിൽ, ഗുഡ് മോർണിംഗ്. പാർട്ടിയുമായി തെറ്റി പാർട്ടിയിലെ പല ആശയങ്ങളോടും വിയോജിപ്പ് അറിയിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇടതുമുന്നണി ഇങ്ങനെ പോയാൽ പോരാ എന്നുള്ള നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് TK ഗോവിന്ദൻ പാർട്ടി വിടുന്നതും UDF-ന്റെ പിന്തുണയോടുകൂടി തളിപ്പറമ്പിൽ മത്സരിക്കുന്നതും അവിടെ വിജയിക്കുന്നതും MLA ആയതും. പക്ഷേ അപ്പോഴും തൻ്റെ നിലപാടുകളിൽ ഇടതുമുന്നണിയുടെ ഭാഗമായിരുന്ന സമയത്ത് താൻ ഉയർത്തിപ്പിടിച്ച നിലപാടുകൾ എന്തായിരുന്നോ ആ നിലപാടുകളിൽ വെള്ളം ചേർക്കാതെ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് TK ഗോവിന്ദൻ എന്നാണ് ഇപ്പോഴത്തെ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്. പ്രത്യേകിച്ച് PM ശ്രീ അടക്കമുള്ള വിഷയങ്ങളിലെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത്, DYFI-യുടെ പൊതിച്ചോറ് വിവാദത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാകുന്നത്. അതിനൊപ്പം തന്നെ പാർട്ടിയിലെ പ്രശ്നങ്ങളിൽ EP-യുടെ നിലപാടിലും TK ഗോവിന്ദൻ അഭിപ്രായം പറയുന്നു. മൊത്തത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളെ പരിശോധിക്കുമ്പോൾ നമുക്ക് എങ്ങനെ വിലയിരുത്താം? TK ഗോവിന്ദനെ പോലെയുള്ള ആളുകൾ UDF-ലേക്ക് എത്തി UDF ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട്, അതായത് PM ശ്രീ അടക്കമുള്ള വിഷയങ്ങളിൽ ഇപ്പോൾ സ്വീകരിച്ചു വന്നിരിക്കുന്ന നിലപാടിൽ വീണ്ടും ഒരു വിമത ശബ്ദമാകാൻ ഇടയുണ്ടോ ഈ നിലപാടുകൾ? സേതു, ഗുഡ് മോർണിംഗ്. അത്തരത്തിൽ TK ഗോവിന്ദൻ അത് തുറന്നു പറയുന്നുണ്ട്. അതായത് CPIM-ൽ ഉള്ള സമയത്ത് പോലും, അതായത് കഴിഞ്ഞ 60 വർഷക്കാലം CPIM-ന്റെ ഭാഗമായി നിന്ന് പ്രവർത്തിച്ചപ്പോൾ പോലും ചില വിഷയങ്ങളിൽ തനിക്കുള്ള എതിർപ്പ് പാർട്ടിയിൽ അറിയിച്ചിരുന്നു. അത് പാർട്ടിയിലായിരുന്നു അറിയിക്കേണ്ടിയിരുന്നത്, അതിനപ്പുറം പുറത്തേക്ക് അറിയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അത് താൻ കൃത്യമായി പാലിച്ചിട്ടുണ്ട്. ഇപ്പോൾ UDF-ന്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത്, സ്വതന്ത്രനാണ്. എങ്കിൽ പോലും UDF-ൽ പല കാര്യങ്ങളും ഇപ്പോൾ നടക്കുന്നതിനോട് തനിക്ക് അതൃപ്തിയുണ്ട്. അക്കാര്യങ്ങൾ പൊതുവേദികളിൽ പറയുന്നില്ല എങ്കിൽ പോലും കൃത്യമായി UDF നേതാക്കളെ അക്കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട്. അവർ അത് തിരുത്തുമെന്നാണ് പ്രതീക്ഷ എന്നാണ് TK ഗോവിന്ദൻ പറയുന്നത്. അതിൽ അദ്ദേഹം എടുത്തു പറയുന്ന UDF-ലെ ഈ അതൃപ്തി എന്ന് പറയുന്നത് ചില നിയമനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തനിക്ക് അതൃപ്തിയുണ്ട് എന്നുള്ളത് അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. മാത്രമല്ല ചില കാര്യങ്ങളിൽ എടുക്കുന്ന നിലപാടുകളോട് അതൃപ്തിയുണ്ട്, അത് UDF-ന്റെ നേതാക്കളെ അതാത് സമയം അറിയിക്കുന്നുണ്ട് എന്നാണ് TK ഗോവിന്ദൻ പറയുന്നത്. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ TK ഗോവിന്ദനോടും V കുഞ്ഞികൃഷ്ണനോടുമൊക്കെ നിരന്തരം ഈ പ്രത്യേകിച്ചും ഇടത് സൈബർ ഹാൻഡിലുകളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം, നിങ്ങൾ CPIM-നൊപ്പമായിരുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനൊപ്പമായിരുന്ന സമയത്ത് PM ശ്രീ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ എടുത്ത നിലപാടുണ്ട്.
അതേ നിലപാടാണോ ഇപ്പോൾ UDF പിന്തുണയോടുകൂടി ജയിച്ച് MLA ആയി നിൽക്കുന്ന സമയത്തും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിന് TK ഗോവിന്ദൻ്റെ ഉത്തരം തനിക്ക് ഒരൊറ്റ നിലപാടാണുള്ളത്. അത് PMC വിഷയത്തിലാണെങ്കിൽ CPIM ഉണ്ടായിരുന്നപ്പോൾ എന്താണോ തൻ്റെ നിലപാട്, അതേ നിലപാടാണ് ഇപ്പോഴും ഉള്ളത്. UDFൻ്റെ പിന്തുണയുള്ള ഒരു MLA ആയി സഭയിലെത്തി എന്നതുകൊണ്ട് മാത്രം UDFൻ്റെയോ കോൺഗ്രസിൻ്റെയോ നിലപാട് അപ്പാടെ വിഴുങ്ങേണ്ട സാഹചര്യമില്ല, അതിൻ്റെ ആവശ്യമില്ല. തനിക്ക് തൻ്റെ നിലപാടെടുത്ത് സ്വതന്ത്രനായി മുന്നോട്ട് പോകാം എന്നുള്ളതാണ് TK ഗോവിന്ദൻ അക്കാര്യത്തിൽ പറയുന്നത്. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണമായി ഒരുപക്ഷെ ഇപ്പോൾ ഈ നിലവിലെ ചർച്ചകളുടെയൊക്കെ സാഹചര്യത്തിൽ കാണേണ്ടത് പൊതിച്ചോറുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ TK ഗോവിന്ദൻ്റെ നിലപാടാണ്. അദ്ദേഹം പറയുന്നത് ആരായാലും അത് അത്തരത്തിൽ ഈ മനുഷ്യത്വപരമായ ഒരു പ്രവർത്തനമാണ് പൊതിച്ചോറ് വിതരണം, അതുകൊണ്ട് അതിനെ ആരായാലും തടസ്സപ്പെടുത്താൻ പാടില്ല, അത് ശരിയല്ല. മാത്രമല്ല അതിനോട് ചേർത്ത് അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ DYFI അവരുടെ കൊടി പിടിച്ച് ആശുപത്രിക്ക് മുന്നിൽ ഇത്തരത്തിൽ ഭക്ഷണം വിതരണം ചെയ്യുമ്പോൾ ആ ഭക്ഷണം വാങ്ങാൻ കേരളത്തിൽ ആളുണ്ട്. അത് പാവങ്ങളാണ് ആ ഭക്ഷണം വാങ്ങാൻ വരുന്നത്. അങ്ങനെ ആളുകൾ വരുന്നിടത്തോളം കാലം അവരത് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ശരി. ഇനിയിപ്പോൾ യൂത്ത് കോൺഗ്രസോ യൂത്ത് ലീഗോ മറ്റേതെങ്കിലും സംഘടനകളോ ഇത്തരത്തിൽ ഈ ഭക്ഷണപ്പൊതികളോ ഇതൊക്കെ വിതരണം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ കൊടി പിടിച്ച് ചെയ്യുന്നതിൽ അത് അവരുടെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം പറയുന്നുണ്ടെങ്കിലും അതിനേക്കാൾ വലുതായി അവിടെ കാണേണ്ടത് ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. അതുകൊണ്ട് DYFIയുടെ ഭക്ഷണ വിതരണത്തെ ഒരു കാലത്തും തടസ്സപ്പെടുത്താനോ അതിനെ വിമർശിക്കാനോ ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കാനോ പോകരുത് എന്നതാണ് TK ഗോവിന്ദൻ പറയുന്ന മറ്റൊരു കാര്യം. മറ്റൊന്ന്, പതിവ് പോലെ CPIMുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ വിമർശനം ഇപ്പോഴും തുടരുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ EP ജയരാജൻ, PK ശ്രീമതി, KK ശൈലജ തുടങ്ങിയവരുടെയൊക്കെ പ്രതികരണങ്ങളിൽ ഒരു അവ്യക്തത വരികയും അത് പിന്നീട് എല്ലാ വിഷയങ്ങളിലും തന്റെ അഭിപ്രായം തുറന്നു പറയുകയാണ് TK ഗോവിന്ദൻ.